ഫെസിലിറ്റീസൊക്കെ ഇച്ചിരി കുറവായിരിക്കും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും. വരുന്നില്ലേ? വാപ്പു, എങ്ങോട്ടാ മാളു? നീ വാ നോക്കാം. അപ്പോ നീ ആ മരത്തിന്റെ മറവിലേക്ക് പോ. ആരെങ്കിലും വരുന്നുണ്ടോന്ന് ഞാൻ നോക്കിക്കോളാം. പൊയ്ക്കോ അപ്പോ, അല്ലാതെ വേറെ വഴിയില്ല. ചെല്ല്, ഞാനിവിടെ കാവല് നിന്നോളാം. നീ പോയിട്ട് വാ. ചെല്ല്. ലേശം ബുദ്ധിമുട്ടാണല്ലോ മോളെ. ഓ സോറി മോനെ, ഇത് ഗേൾസിന്റെ വാഷ്റൂമാ. ഇവിടെ നിന്നെപ്പോലുള്ള അപ്പുക്കുട്ടന്മാർക്ക് പ്രവേശനമില്ല. മക്കള് ബോയ്സിന്റെ വാഷ്റൂമിൽ പോയി കാര്യം സാധിക്കും. ചെല്ല്. പോ. അപൂർവ വിജയ് ഇനി മുതൽ ഗേൾസിന്റെ വാഷ്റൂം യൂസ് ചെയ്യാൻ പാടില്ല. താങ്ക്സ് ഡിയർ. അപ്പോ നീ എങ്ങോട്ടാ? ടീച്ചർ എന്താ വിളിച്ചേ? ആ ടീച്ചറെ, HODമാരുടെ മീറ്റിംഗ് വൈകിട്ട് 4 മണി കഴിഞ്ഞ് വെച്ചാൽ മതി. ശ്രീനിവാസൻ സാറിന് അപ്പോഴേ എത്താൻ കഴിയുള്ളൂ എന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു. എല്ലാവരെയും ആ വിവരം ഒന്ന് ഇൻഫോം ചെയ്യണം. ശരി മാഡം. ടൈം മാറ്റിയതുകൊണ്ട് ആരും ഇനി അതൊരു എക്സ്ക്യൂസ് ആക്കി എടുക്കരുതെന്ന് പ്രത്യേകം പറയണം. ഓക്കെ. എല്ലാ HODസും ഉണ്ടാവണമെന്ന് MD പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പറയാം മാഡം. ഇനി എന്തേലും ഉണ്ടോ? ഇല്ല മാഡം. എക്സ്ക്യൂസ് മീ മാഡം, മേ ഐ കം ഇൻ? നീയോ? എന്ത് വേണം? എനിക്ക് മാഡത്തോട് അല്പം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാ വേഗം പറഞ്ഞിട്ട് പൊയ്ക്കോ. ഞാൻ അല്പം ബിസിയാ. തന്റെ വാഷ്റൂം പ്രോബ്ലം ഒക്കെ സോൾവ് ആയോ? മുഖത്ത് നല്ല ആശ്വാസം കാണുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ആശ്വാസമുണ്ട് മാഡം, നല്ല ആശ്വാസമുണ്ട്. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ മാഡം ഉപദേശിച്ചു തന്ന വഴി തന്നെയാ എനിക്ക് രക്ഷയായത്. പട്ടാപ്പകൽ വെട്ടത്ത് ഈ ക്യാമ്പസിലെ ഒരു വിദ്യാർത്ഥിക്ക് മരത്തിന്റെ മറവിൽ പതുങ്ങിയും പേടിച്ചു നിന്ന് കാര്യം സാധിക്കേണ്ടി വരുന്നതിന്റെ ആശ്വാസം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ. അതിന് മാഡത്തോടൊരു സ്പെഷ്യൽ താങ്ക്സ് പറയാൻ വന്നതാ ഞാൻ. നീ എന്താ എന്നെ പരിഹസിക്കാൻ വന്നാണോ? അങ്ങനെ തോന്നിയെങ്കിൽ അത് സ്വാഭാവികം മാത്രമാണ്. അപ്പൊ ചെയ്തത് തെറ്റാണെന്ന് മാഡത്തിന് സ്വയം മനസ്സിലായി. ഓ, നീ എന്നെ മനസ്സിലാക്കി തരാൻ വന്നതാണോ? നിന്ന് കഥാപ്രസംഗം നടത്താതെ വന്ന കാര്യം പറഞ്ഞിട്ട് വേഗം പോവാൻ നോക്ക്. മാഡം, നാളെ മുതൽ എനിക്ക് ഈ ക്യാമ്പസിൽ വാഷ്റൂം ഫെസിലിറ്റി കിട്ടിയിരിക്കണം. ഇന്നത്തെ പോലെ ഇനിയുള്ള ദിവസങ്ങളിൽ
മരത്തിന്റെ മറവിൽ പോയി കാര്യം സാധിച്ചു വരാൻ എനിക്ക് പറ്റില്ല. ഈ ക്യാമ്പസിലെ മറ്റു കുട്ടികളെ പോലെ തന്നെ വാഷ്റൂം ഫെസിലിറ്റിയും ആരെയും പേടിക്കാതെ ടോയ്ലറ്റിൽ പോകാനുള്ള സ്വാതന്ത്ര്യവും എനിക്ക് അവകാശപ്പെട്ടതാ. ആഹാ, കൊള്ളാലോ. മോളുടെ ഡിമാൻഡ്സ് കൂടിക്കൂടി വരികയാണല്ലോ. ആദ്യം ക്ലാസ്സിൽ സെപ്പറേറ്റ് ബ്ലോക്ക് വേണമെന്ന് പറഞ്ഞു, ഇപ്പതേ പ്രത്യേക വാഷ്റൂം വേണോന്ന്. വാഷ്റൂം ഫെസിലിറ്റി മാത്രം ആക്കണ്ട, നിനക്ക് വേണ്ടി ക്യാമ്പസിൽ പ്രത്യേക ഒരു ഗസ്റ്റ് ഹൗസ് എന്നെ പണിഞ്ഞു തരാനേ മാനേജ്മെന്റിനോട് പറയാം. അതാകുമ്പോ സുഖമായിട്ട് കുളിച്ചുറങ്ങി നമുക്കിവിടെ അങ്ങ് കൂടാം. ഇതിപ്പോ ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതുപോലെ ആയല്ലോ ജയന്തി. ഓരോരോ അത്യാഗ്രഹങ്ങളെ, പ്രത്യേകം വാഷ്റൂം പോലും. അത്യാഗ്രഹമല്ല മാഡം, അത്യാവശ്യമാണ്. ഒരു സ്റ്റുഡന്റ് എന്ന നിലയ്ക്ക് ക്ലാസ് തുടങ്ങി തീരുന്നിടം വരെ മിനിമം 5 മുതൽ 6 മണിക്കൂർ വരെ ഈ ക്യാമ്പസിൽ ചെലവഴിക്കേണ്ട വ്യക്തിയാണ് ഞാൻ. ഈ സമയത്തിനുള്ളിൽ മറ്റു കുട്ടികളെ പോലെ എനിക്കും ചില പ്രാഥമിക ആവശ്യങ്ങൾ സാധിക്കേണ്ടി വരും. അതിനുള്ള സാഹചര്യം ഒരുക്കി തരേണ്ടതേ ഈ കോളേജിന്റെ പ്രിൻസിപ്പൽ എന്ന നിലയിൽ മാഡത്തിന്റെ ഉത്തരവാദിത്വമാണ്. എന്ത് ഉത്തരവാദിത്വം കൊച്ചേ? ഇവിടത്തെ പിള്ളേർക്ക് 1നും 2നും പോകാനുള്ള ടോയ്ലറ്റ് പണിഞ്ഞു കൊടുക്കലല്ല എന്റെ പണി. പിന്നെ നിനക്കിപ്പോ ഇങ്ങനൊരു അസൗകര്യം വന്നത് ഞങ്ങളുടെ ആരുടെയും കുഴപ്പം കൊണ്ടല്ലോ, സ്വയം വരുത്തി വെച്ചതല്ലേ. അപ്പൊ മറയത്തും വെയിലത്തും ഒക്കെ പോകേണ്ടി വന്നെന്നിരിക്കും. അതിന് എന്നെയോ മാനേജ്മെന്റിനെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, സ്വയം അത് അനുഭവിച്ചാ മതി. അത് പറ്റില്ല മാഡം. ഇന്ന് ഞാൻ അനുഭവിച്ചത് ഇനി ഈ ക്യാമ്പസിൽ ഒരു കുട്ടിയും അനുഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവരുത്. അതിന് നിന്നെപ്പോലെ സ്വയം പ്രഖ്യാപിത ആണായിട്ട് ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. അതെ, ഇനി അങ്ങോട്ട് ഉണ്ടാകാനും പോകുന്നില്ല. അങ്ങനെയങ്ങ് ഉറപ്പിച്ച് പറയല്ല മാഡം. തിരിച്ചറിയൽ കാർഡിൽ പോലും മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ എന്ന് പൂരിപ്പിക്കാൻ ഓപ്ഷനുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ക്യാമ്പസിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഞാനായിരിക്കും, പക്ഷെ അവസാനത്തേതാവണമെന്നില്ലല്ലോ. അതിന് ഇനി നിന്നെപ്പോലൊരു അവതാരത്തിന് ഞങ്ങൾ അഡ്മിഷൻ കൊടുത്തിട്ട് വേണ്ടേ? വിവരക്കേട് പറയല്ല മാഡം. ഒരു കുട്ടി ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് ആ വ്യക്തിക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിച്ചു എന്നറിഞ്ഞാ മാഡത്തിന്റെ ഈ കോളേജ് തന്നെ പൂട്ടിപ്പോവും. അതിന് പറ്റുന്ന നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന നാടാണ് മാഡം നമ്മുടേത്. യു ഷട്ട് അപ്പ്. ശോഭിച്ചിട്ട് കാര്യമില്ല മാഡം, ഞാൻ പറഞ്ഞതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നാളെ മുതൽ എന്റെ ഈ ന്യായമായ ആവശ്യത്തിന് അർഹിക്കുന്ന പരിഗണനയും പരിഹാരവും ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? പഠിക്കാനുള്ള അവകാശം പോലെ ആവശ്യം നേടിയെടുക്കാൻ സമരം ചെയ്യാനുള്ള അവകാശവും ഒരു വിദ്യാർത്ഥിക്കുണ്ട് മാഡം. താനെന്താ ഭീഷണിപ്പെടുത്തുകയാണോ? നീ ഒറ്റയ്ക്ക് സമരം ചെയ്താൽ ആര് കാണും? അതിന് സമരം ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ മാഡം. എന്നോടൊപ്പം എന്റെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരും ഉണ്ടാവും, പിന്നെ മനുഷ്യാവകാശ പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും ഉണ്ടാവും. സമരം ഇതുപോലൊരു സെൻസിറ്റീവ് വിഷയത്തെപ്പറ്റി ആവുമ്പോ അത്യാവശ്യം മീഡിയ കവറേജും ഉണ്ടാവും. അവരുടെ മുന്നിൽ പരസ്യമായി ഞാൻ എന്റെ പ്രതിഷേധം അറിയിക്കും. അങ്ങനെ സംഭവിച്ച പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മാഡം. അതുകൊണ്ട് എന്റെ ഈ ആവശ്യം മാഡം അംഗീകരിച്ചേ പറ്റൂ. ഭീഷണിയല്ല, ഒരു റിക്വസ്റ്റ് ആയിട്ട് കണ്ടാൽ മതി മാഡം. ആകെ തലവേദനയായല്ലോ ജയന്തി. ആ കുട്ടി പറഞ്ഞ പോലെ ചെയ്യും. നമുക്ക് അനുഭവം ഉണ്ടല്ലോ. എന്തെങ്കിലും ഉടനെ ചെയ്യണം മാഡം. ഒരു കാര്യം ചെയ്, ഇന്നത്തെ മീറ്റിംഗിന്റെ അജണ്ടയിൽ ഇതും കൂടി മെൻഷൻ ചെയ്. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടില്ലെങ്കിൽ അവൾ ഈ കോളേജിനെ നാറ്റിക്കും.